അടുത്തൊരു വാർത്തയിലേക്ക് പോകണം. കോട്ടയം നഗരസഭയിലെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമെന്ന ലളിത സുഭാഷ് മീഡിയ വണ്ണിനോട്. വനിതകളോടുള്ള അവഗണന ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വിട്ടത്. അതിന്റെ പേരിൽ ഇപ്പോഴും സൈബർ ആക്രമണം നേരിടുകയാണെന്നും ലതിക സുഭാഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് താഴേക്ക് വരികയാണ്. നഗരസഭയിൽ സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ അകത്തൊരു പ്രത്യേകത രാഷ്ട്രീയം അല്ല, താഴെ മുകളിൽ എന്നൊന്നുമില്ല. കോട്ടയം നഗരസഭ ലതിക സുഭാഷ് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ നല്ല ഒരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നെങ്കിലും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ, വാസവൻ ചേട്ടൻ ഉൾപ്പെടെ, ശ്രീ അനിൽകുമാർ ഉൾപ്പെടെ എന്നോട് ഫോണിൽ സംസാരിച്ചു. നേരിൽ കണ്ട ആളുകൾ സംസാരിച്ചപ്പോൾ ഏറ്റവും താഴെത്തട്ടുള്ള ഒരു പ്രവർത്തകയായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അതിന് വലിപ്പച്ചെറുപ്പം ഒന്നും നോക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. താഴെത്തട്ടിൽ മത്സരിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന സഹപ്രവർത്തകരെ നേർക്കുള്ള മത്സരമാണ് പാർട്ടിയും മുന്നണിയും. അതൊക്കെ സ്വാഭാവികമാണ്. ഇത് വ്യക്തിപരമല്ലല്ലോ. പാർട്ടിയും മുന്നണിയും ഒക്കെ ഞാൻ കോൺഗ്രസിൽ നിൽക്കുമ്പോഴും നല്ല ബന്ധമുള്ള ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകർ. ഞാൻ ഓർക്കുന്നുണ്ട് 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് KPCC ആസ്ഥാനത്ത് നിന്ന് സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ തല മുണ്ടനം ചെയ്ത് വലിയൊരു പ്രതിഷേധത്തിൽ ഇറങ്ങിപ്പോരുകയാണ്. അത് അന്ന് കോൺഗ്രസിനും UDF-നും ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ലായിരുന്നു. അപ്പോൾ ഈ തിരിച്ചിപ്പോൾ LDF-ൽ അത്തരത്തിലുള്ളൊരു മതിയായ അംഗീകാരം കിട്ടിയെന്നും പറയുന്നുണ്ട് അല്ലേ? അല്ല, LDF അംഗീകരിച്ചു. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ പ്രതിഷേധിച്ചത്. വനിതകളോടുള്ള അവഗണന തീർച്ചയായിട്ടും LDF വനിതകളെ അവഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണെന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരിക്കലും എന്നെ പ്രവർത്തിച്ച് ഞാൻ ഇത്രയുമായ ആ പ്രസ്ഥാനത്തെ ഒരിക്കലും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയെയും ഞാൻ അവഹേളിച്ച് സംസാരിച്ചിട്ടില്ല. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം, മുന്നണി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കും. തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ലതിക സുഭാഷ് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. ടി.വി. ഡൊമിനിക്കിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.